people. ഇതുണ്ടോ, ഇതെൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബിസിനസ്, ആന്റി ടാനിഷ് ജ്വല്ലറീസിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവള്. അപ്പൊ എനിക്ക് കൊളാബറേഷന് വേണ്ടിയിട്ട് അയച്ചു തന്നെയാണ്. പെട്ടെന്ന് റെഡി ആവാം. എനിക്ക് പനി ആയോണ്ടാ എന്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണേ. ഐ ലവ് ദിസ് വോയിസ്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഈ പനി വരുമ്പോൾ എൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പനി വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചുമ. ഭയങ്കര ചുമയെ, ഉറങ്ങാൻ പോലും പറ്റൂല. രാത്രിയിലൊക്കെ ഞെട്ടി എണീക്കും ചുമയ്ക്കാൻ വേണ്ടി മാത്രം. ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്ന പോലെ ആ ചുമയ്ക്കാൻ വേണ്ടി എണീക്കണം. ഓരോരോ കാര്യങ്ങളെ. മോയ്സ്ചറൈസർ ഇട്ട് അങ്ങോട്ട് മെഴുകുക. നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിലും അല്ലെങ്കിലും മോയ്സ്ചറൈസർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. എത്ര മോയ്സ്ചറൈസർ ഇടുന്നോ അത്രയും നല്ലതാണ്. പക്ഷെ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്നതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇടുമ്പലൊക്കെ കൂടെ ഇടുക. ഡയലൈറ്റിലാണെങ്കിലും നൈറ്റ് ടൈമിലാണെങ്കിലും ഞാൻ എപ്പോഴും സൺസ്ക്രീൻ ഇടാനായിട്ട് ഞാൻ എപ്പോഴും പറയും. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അൾട്രാ വയലറ്റ് റേസ് പോലെ തന്നെ നമ്മുടെ ഫോണിൽ നിന്നുള്ള റേസും ഒക്കെ ഹാംഫുൾ ആണ്. അതുകൊണ്ട് കേട്ടോ, ബാഗിൽ എപ്പോഴും ഒരു സൺസ്ക്രീൻ കരുതുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പം ബ്യൂട്ടി ഓഫ് ചോയ്സിന്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ബ്യൂട്ടി ഓഫ് ചോയ്സൺ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഈ ബ്ലൂ കളറാണ് നമ്മുടെ ഓയിലി സ്കിന്നിന് പറ്റിയത്. ബ്ലെമിഷ് ഫേഡിങ് പെന്നാണ്. അതായത് നമുക്ക് ഈ കുരു വന്ന പോർഷൻസ് ഉണ്ടല്ലോ, അവിടെ എല്ലാം ഇങ്ങനെ ബ്ലെമിഷസ് കാണുമല്ലോ, അവിടോട്ട് ഇത് പുരട്ടി കൊടുക്കാം. എൻ്റെ ഗട്ട് ഹെൽത്ത് അത്ര ഓക്കെ അല്ല, അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഇങ്ങനെ കുരു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ചീക്ക് പോർഷനിൽ കുരു ഒഴിവാണെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്തിന്റെ പ്രശ്നമാണ്. ഇതൊന്ന് സ്കിന്നിലോട്ട് പിടിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടാലോ. ഇതൊരു ഡാർക്കർ ഷെയ്ഡും ഇതൊരു ന്യൂഡ് ഷെയ്ഡുമാണ്. എൻ്റെ മൊത്തത്തിൽ ഒരു ഡള്ളായിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിട്ട് പോകാം. ഇത് രണ്ടും എൻ്റെ കറന്റ് ഫേവറേറ്റ്. ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ വരുമായിരിക്കും. വരും. ഈ ലിപ് ഷെയ്ഡ് നമ്മൾ സ്കിന്നിൽ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കി കാണിക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഈ വരുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഐലിഡിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഫ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറയൂല ലിപ്സ്റ്റിക് ഒരിക്കലും. ബ്ലെൻഡിങ് ഈസ് ദ കീ. ബേസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ഫൗണ്ടേഷനോ കാര്യങ്ങളോ എന്തിട്ട് കഴിഞ്ഞാലും അത് പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾക്കും ഇതേപോലെ പനിയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണോ എന്നുള്ളത് കമന്റ് ചെയ്യുന്നത്. അപ്പൊ തന്നെ കണ്ടില്ലേ ഫേസ് ഒന്ന്. ഇനി ഒരു സ്കിൻ ടിന്റ് ഞാൻ യൂസ് ചെയ്യണേ. സ്കിൻ ടിന്റ് എന്ന് പറയുമ്പം ഒന്നുമില്ല, നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് കിടക്കുന്ന സാധനം എന്നേ പറയാനുള്ളൂ. അപ്പൊ അതാവുമ്പം നമ്മുടെ ഡാർക്ക് മാർക്സ് കാര്യങ്ങൾ എല്ലാം ഒന്ന് കവർ ചെയ്യും. അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് പിടിക്കാം. ഇപ്പൊ കണ്ടോ, മൊത്തത്തിൽ ഒരു ഐശ്വര്യം ആയില്ലേ? അത്രേ ഉള്ളൂ. ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് കണ്ടല്ലോ. ബ്ലെൻഡിങ് ഇസ് ദ കീ. മീശയൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്ക് ബ്രോസും കണ്ണൂടെ റെഡിയാക്കണം. ഇപ്പൊ പോയിട്ട് ഇപ്പൊ വരാം. കാരണം ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ബ്ലഷും ഹൈലൈറ്ററും. ഹൈലൈറ്റർ ഉപയോഗിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു ലവ് ഇടുക. ബ്ലണ്ട് ഇച്ചിരി ഓവറായോ മേക്കപ്പ്? ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കും അല്ലേ? ഹൈലൈറ്റർ ഇടുന്നില്ല ഞാൻ, ബിക്കോസ് ട്രാവലിംഗ് ഒക്കെ അല്ലേ, അപ്പൊ ഒത്തിരി കൂടെ ഓയിലി ആവും. അതുകൊണ്ട് ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നില്ല. കുട്ട് സാധനങ്ങൾ. Blend. Actually, I don't know how to do a hairstyle, but I did it some way. എനിക്കിത് കൊള്ളാമോ എന്ന് എനിക്കൊരു പിടിയുമില്ല. പക്ഷെ നിങ്ങളെ കാണിക്കാം. എപ്പടി കോഴിവാല് പോലുണ്ടോ അറിഞ്ഞൂടാ, ബട്ട് somehow I managed my bangs and this സെറ്റ് ആണെന്ന് തോന്നുന്നു. മൈ ഔട്ട്ഫിറ്റ് ഗൈസ്. ഞാൻ സാധാരണ പാട്ടൊക്കെ ഇട്ടാണ് റെഡി ആവാറുള്ള, പക്ഷെ ഇപ്പം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നോണ്ട്, അല്ല വോയിസ് സംസാരിക്കുന്നോണ്ട് നമുക്ക് പാട്ടിട്ട് ചെയ്യാൻ പറ്റൂല. കോപ്പിറൈറ്റ് വരും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പോവാ. റെഡിയായി. ബാഗ്, ന്യൂ ബാഗ്. ബൈ ബൈ.
സുന്ദരിയായോ?